Hi students, welcome back to the lecture. Today we will be dealing with production possibility frontier. So without much delay, let's move on to the topic production possibility frontier. What is production possibility frontier? In a business analysis, the production possibility frontier is a curve that illustrates the variations in the amount that can be produced of two products when both depend upon the same finite resource for the manufacture. ഒരു ബിസിനസ് അനാലിസിസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കർവാണ്. അതെന്താണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ദ വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഓഫ് ടു പ്രൊഡക്ട്സ്, അതായത് രണ്ട് പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന വേരിയേഷൻസ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ഗുഡ്സിൻ്റെയും പ്രൊഡക്ഷൻ നടത്തുന്നത് സെയിം ഫൈനൈറ്റ് റിസോഴ്സസിലും ആയിരിക്കും. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ എക്കോണമിയും അതിൻ്റെ ഹൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ എക്കോണമിയിൽ ഏറ്റവും സുലഭമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻ റിട്ടേൺ അവരിത് ട്രേഡ് ചെയ്തിട്ട് മറ്റു കൺട്രീസുമായിട്ട് ട്രേഡ് ചെയ്യും. ആ ട്രേഡിങ്ങിൽ അവർക്ക് ഈ ഗുഡ് അല്ലാതെ അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് അവർക്ക് എക്സ്ചേഞ്ചിൽ കിട്ടുകയും ചെയ്യും. സോ ഓരോ കൺട്രിയും അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മറ്റ് കൺട്രീസുമായിട്ട് ട്രേഡിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്താണ്, അവർക്ക് രണ്ട് കൺട്രീസിനും ബെനിഫിഷ്യൽ ആകാനായിട്ട് സാധിക്കും. സോ ആ ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനും എന്ത് നൽകുന്നു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന് മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കർവ്. ദെൻ മൂവിങ് ഓൺ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. മാക്രോ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അറ്റ് എ പോയിന്റ് വിച്ച് ദ കൺട്രീസ് എക്കോണമി ഈസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസിങ് ഇറ്റ്സ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദെയർഫോർ അലോക്കേറ്റിംഗ് ഇറ്റ്സ് റിസോഴ്സസ് ഇൻ ദ ബെസ്റ്റ് വേ പോസിബിൾ. അതായത് ഓരോ കൺട്രിയും അവരുടെ റിസോഴ്സസ് അതിൻ്റെ ബെസ്റ്റ് വേയിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഗുഡ്സും സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുവാണ്. എങ്ങനെയാണ്, എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, അത് ആ ഏത് പോയിന്റിലാണോ എഫിഷ്യൻ്റ് ആയിട്ട് ഗുഡ്സും സർവീസസും പ്രൊഡക്ഷൻ നടത്തുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊക്കെ പറയുന്നത്. ഇനി ഒരു ബിസിനസ് അനാലിസിസിൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, the various combinations of two products that can be produced when both depend upon same finite resources. അതായത് രണ്ട് ഗുഡ്സും സെയിം ആയിട്ടുള്ള ഫൈനൈറ്റ് റിസോഴ്സസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ഗുഡ്സിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ബിസിനസ് അനാലിസിസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് വൺ കമ്മോഡിറ്റി മേ ഇൻക്രീസ് ഓൺലി ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് അതർ കമ്മോഡിറ്റി ഡിക്രീസ്. അതായത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ഗുഡ്സ് ആണ്. സോ ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് എഫിഷ്യൻസി നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്, എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിനകത്ത് എന്താണ് കാണിക്കുന്നത്, ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മറ്റു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്ത് കാണിക്കുന്നത്. ദെൻ മൂവിങ് ഓൺ, the production possibility frontier is a decision-making tool for managers deciding on the optimum product mix for their company. അതായത് ഓരോ കമ്പനീസിനും ഒപ്റ്റിമം ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിനായിട്ടുള്ള ഒരു ലെവലുണ്ട്. സോ ആ ഒരു ലെവൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അതായത് ഇപ്പോൾ ഒരു ഗുഡ് എ ഒരു സിക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗുഡ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ അതിനേക്കാളും കൂടുതലോ അതിനേക്കാൾ കുറവോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. സോ ആ ഒരു കറക്റ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദർ ആർ ജസ്റ്റ് ഇനഫ് ആപ്പിൾ ഓർക്കിഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് ആപ്പിൾസ് and just enough car factories making cars and just enough accountants offering tax services. അപ്പോൾ ഇവിടെ നോക്കുക, ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സുകളുണ്ട്. അതായത് ഇപ്പം കാർ ഫാക്ടറീസ് ഇനഫ് ആയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്, കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അക്കൗണ്ടൻസ് എത്ര ഉണ്ട്, ഇനഫ് ആയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ടാക്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. സോ ഓരോ ഗുഡ്സും സർവീസസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി
if the economy is producing more or less of the quantities indicated by the production possibility frontier, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറവ് മാത്രമാണ് ഒരു എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ റിസോഴ്സസ് അവർ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ എക്കോണമിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ് ഡിറ്റോറേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ്റെ അകത്തുണ്ടാകുന്ന ലിമിറ്റ്സിനെയും ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ കാണിക്കുന്നുണ്ട്. അതായത് ഒരു എക്കോണമിക്ക് അതിൻ്റെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും കോമ്പിനേഷൻസ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എത്രത്തോളം പ്രൊഡക്ഷൻ ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് ഗുഡ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഈ ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് എക്സാക്റ്റ് എത്ര വേണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഓരോ ഗുഡിൻ്റെ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത് വഴിയാണ് മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ലിമിറ്റ് ടു പ്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കുക. റിപ്പീറ്റ് ചെയ്യുന്ന കേൾക്കുന്നതനുസരിച്ച് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻസ് ലഭിക്കും. സോ മൂവിങ് ഓൺ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ ബിസിനസ് വ്യൂ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ബിസിനസ് അനാലിസിസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നിലനിൽക്കുന്നത് ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ്. എന്ന അസംഷനാണ്? പ്രൊഡക്ഷൻ ഓഫ് വൺ കമ്മോഡിറ്റി ക്യാൻ ഇൻക്രീസ് ഓൺലി ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ കമ്മോഡിറ്റി ഡിക്രീസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്ത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു കോമ്പിനേഷൻ വരാനായിട്ടുള്ള കാരണം, അതായത് ഒരു ഗുഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഉപയോഗിക്കുന്നത് സെയിം ഫൈനൈറ്റ് റിസോഴ്സസ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ് മെഷർ ചെയ്തിരിക്കുന്നത്? എഫിഷ്യൻസിയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. വിച്ച് ടു കമ്മോഡിറ്റീസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി. സോ രണ്ട് ഗുഡ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി the data is of importance to managers seeking to determine the precise mix of goods that most benefits a company's bottom line. അപ്പോൾ ഒരു കമ്പനിയുടെ ബോട്ടം ലൈനെ തന്നെ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്ന ഗുഡിൻ്റെ മിക്സാണ് പ്രധാനമായിട്ടും ഓരോ മാനേജേഴ്സ് സീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ ഫർദർ. The production possibility frontier assumes that technological infrastructure is constant. അതായത് ഇതിനകത്ത് എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഒരു ഐഡിയയും കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റും കൂടി ഉണ്ടാവുന്നുണ്ട്. However, production possibility frontier do not apply to companies that produce 3 or more products using the same റിസോഴ്സ്. അതായത് സെയിം റിസോഴ്സസ് യൂസ് ചെയ്തിരിക്കുന്ന മൂന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിക്കലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു ആർക്ക് ഷേപ്പിലാണ് നമ്മൾ എന്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. രണ്ട് ആക്സിസിലും ഗുഡ്സ് ആണ് കാണിക്കുന്നത്. ഒന്നിൽ ഗുഡ് എയും ഒന്നിൽ ഗുഡ് ബിയും ആയിട്ട് നമ്മൾ രണ്ട് ഗുഡ്സിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആർച്ചിൻ്റെ ഓരോ പോയിൻറ്റ്സിലും എന്താണ് കാണിക്കുന്നത്? വേരിയസ് കോമ്പിനേഷൻ ഓഫ് ഗുഡ് എ ആൻഡ് ഗുഡ് ബി ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിസ്റ്റുകൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൊണ്ട് എന്താണ് കാണിക്കുന്നത്? നേഷൻ പ്രൊഡ്യൂസേഴ്സ് വാട്ട് ഈസ് മോസ്റ്റ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ട്രേഡ്സ് വിത്ത് അനദർ നേഷൻസ് ഫോർ ദ റെസ്റ്റ്. അതായത് എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഓരോ കൺട്രിയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റീസ് ആയിരിക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യും? ഇത് മറ്റു കൺട്രീസുമായിട്ട് ട്രേഡിൽ ഏർപ്പെട്ട് അവർക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ അവർ ട്രേഡിലൂടെ നേടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ നോൺ പ്രോഫിറ്റ് ഏജൻസി പ്രൊവൈഡ്സ് എ മിക്സ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, the production possibility frontier may show that it can produce either 40 textbooks and 7 computers or 70 textbooks and 3 computers. The agency's leadership must determine which item is more urgently needed. In the example, the opportunity cost of producing an additional 30 textbook equals 4
കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി. അവർ ടെക്സ്റ്റ് ബുക്സും ഉണ്ടാക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സും ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് 40 ടെക്സ്റ്റ് ബുക്സും 7 കമ്പ്യൂട്ടേഴ്സും ഉണ്ടാക്കാം. അതല്ലെങ്കിൽ 70 ടെക്സ്റ്റ് ബുക്സും 3 കമ്പ്യൂട്ടേഴ്സും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആണ്. സോ അവർ ആദ്യം നോക്കുന്നത് എന്താണ് അവർക്ക് ഈക്വലി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അർജൻറ്റ് നീഡ്സിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അവർ അതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരികയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് നമ്മൾ ഒഴിവാക്കുക ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവാണ് നമ്മൾ കളഞ്ഞത്. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഇത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിനകത്ത് എക്സ് ആക്സിസിൽ കോട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ വൈ ആക്സിസിൽ വൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഈ കാണിച്ചിരിക്കുന്ന ആർച്ചാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ എ ബി സി പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് രണ്ട് ഗുഡ്സിൻ്റെയും കോമ്പിനേഷൻസ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ എ കോമ്പിനേഷൻസിന് വൈനും കിട്ടും, അതുപോലെ തന്നെ കോട്ടനും കിട്ടും. ആ ഒരു രണ്ടിൻ്റെയും സൈമൾട്ടേനിയസ്ലി പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോന്നിനും ഇത്ര കോമ്പിനേഷൻ വേണം, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്ഷൻ ഓഫ് വൈൻ ഷുഡ് ബി ഡൺ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഇത്ര പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ. സോ ആ ഒരു കോമ്പിനേഷനാണ് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും സി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റും ഉണ്ട്, വൈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റും ഉണ്ട്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്, റിസോഴ്സസ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ആ ഒരു എക്കോണമി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ പ്രോപ്പർലി പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ. വൈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനേക്കാളും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാണിക്കുന്നത്. സോ അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ പുറത്താണ് വരുന്നത്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ഫർദർ പ്രൊഡക്ഷൻ വൈയിൽ നടക്കില്ല, കാരണം റിസോഴ്സസ് അത്ര അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഈ ഒരു ആർച്ചിനകത്തുള്ള പ്രൊഡക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കത്തില്ല, കാരണം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ കാണിക്കുന്നത്. സോ നമുക്ക് റിസോഴ്സസ് വൈഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് അവിടെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ഫർദർ. As we can see, in order for this economy to produce more wine, it must give up of its resources that is currently using to produce cotton. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ കോട്ടൺ പ്രൊഡക്ഷന് വൈൻ പ്രൊഡക്ഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എന്താണ്, ഇപ്പോൾ കൂടുതലായിട്ട് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈനിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ വൈനിൻ്റെ പ്രൊഡക്ഷൻ എത്രത്തോളമായിട്ട് കുറയ്ക്കണം. അപ്പോൾ വൈൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കോട്ടൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമെന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ ഇഫ് ദ എക്കോണമി സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് മോർ കോട്ടൺ, ഇറ്റ് വുഡ് നീഡ് ടു ഡൈവേർട്ട് റിസോഴ്സസ് ഫ്രം മേക്കിംഗ് വൈൻ ആൻഡ് കോൺസിക്വൻ്റ്ലി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലെസ് വൈൻ ദാൻ ഇറ്റ് പ്രൊഡ്യൂസിങ് at point A. സെയിം തന്നെ അതിന് കോൺവേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. മോർ ഓവർ, ബൈ മൂവിങ് പ്രൊഡക്ഷൻ ഫ്രം പോയിന്റ് എ ടു ബി, ദ economy must decrease wine production by a small amount in comparison to the increase in cotton output. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും സി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും നമ്മൾ കോമ്പിനേഷൻസ് ആണ് നോക്കിയെന്ന് പറഞ്ഞല്ലേ. സോ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലോട്ടേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോട്ടൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും വൈനിൻ്റെ പ്രൊഡക്ഷൻ സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനും വൈ എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷനും ആയിരുന്നു. നമ്മൾ ഓൾറെഡി അതിനകത്ത് തന്നെ ആ ഗ്രാഫിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നും കൂടി പറയുകയാണ്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ എന്താണ്, കൺട്രിക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനഫ് ആയിട്ടുള്ള കോട്ടനോ വൈനോ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് അവരുടെ പൊട്ടൻഷ്യൽ റിസോഴ്സസ് അവർ യൂട്ടിലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്തോരം ആണെന്ന് മനസ്സിലാക്കാതെയാണ് ആ ഒരു ഇക്കോണമി പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നൊരു കോൺസെപ്റ്റ്
കോൺസെപ്റ്റാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ വരുന്നത്. അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി വൈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഔട്ട്പുട്ട് ലെവൽ അൺഅറ്റൈനബിൾ ആണ്. ആ ഇക്കോണമിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് ആ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഇഫ് ദെയർ വെയർ ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി while the level of land, labor and capital remained the same, the time required to pick up cotton and grapes would be reduced. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ കൂടുതലായിട്ട് ടെക്നോളജി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ സെയിം ആയിട്ട് വെച്ചിട്ട് ടെക്നോളജിയിൽ മാത്രം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോട്ടണും ഗ്രേപ്സും ഒക്കെ പറിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ടൈം ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് അത് സാധിക്കും. സോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് വീണ്ടും പുറത്തോട്ടേക്ക് ഔട്ട്വേർഡ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു പുതിയ കർവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വി വിൽ ഷോ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഈ സ്ലൈഡ് ഒന്ന് നോക്കിക്കേ. ഇതിൽ നമ്മൾ സെയിം തന്നെ ആദ്യത്തെ സ്ലൈഡ് തന്നെയാണ്. സോ ഇതിനകത്ത് നമുക്കൊരു ഫർദർ ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഇവിടെ ഒരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എക്സ് ആക്സിസിൽ കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ വൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അവരുടെ ഇനിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആയിരുന്നു. സോ ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് കോമ്പിനേഷൻസ് ഓഫ് പ്രൊഡക്റ്റ് എ ആൻഡ് ബി ആണ് കാണിച്ചിരിക്കുന്നത്. സോ പ്രൊഡക്റ്റ് എയുടെ ഇൻക്രീസിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ബിയുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിക്രീസ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞു ടെക്നോളജിയിൽ കുറച്ച് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ടെക്നോളജിയിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേപ്സ് പ്ലക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോട്ടൺ പ്ലക്ക് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ടെക്നോളജി കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ടൈം വളരെയധികം കുറയും. സോ നമുക്ക് റിസോഴ്സസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ റിസോഴ്സസ് കൂടുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നേരത്തെ നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സോ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കാര്യമാണ് കുറച്ച് മുൻപത്തെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഇനി ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഔട്ട്വേർഡ്സ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? ആ ഒരു എക്കോണമിയുടെ വളർച്ചേനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അകത്തോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എക്കോണമി ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ അവർ അത്രയധികം എഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്കോണമി ഷ്രിങ്കിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ടെക്നോളജിയുടെ ഡെഫിഷ്യൻസിയും കാണാനായിട്ട് സാധിക്കും. സോ അൻ എക്കോണമി ക്യാൻ ബി ഓൺലി പ്രൊഡ്യൂസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻ തിയറി. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഒരു എക്കോണമിക്ക് പറ്റുമോ? അത് ഒരിക്കലും പോസിബിൾ അല്ല. എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ആ ഒരു ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഒരിക്കലും പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണ്? എപ്പോഴും നമ്മുടെ ഡൈനാമിക്കാണ് നമ്മുടെ എക്കോണമി, എപ്പോഴും മൂവിങ് ആണ്. ഒരുപാട് ചേഞ്ചസ് വരും, ഒരുപാട് ഡിപ്രഷൻസ് നടത്തും, ബൂം നടക്കുന്നുണ്ട്, റിക്കവറി നടക്കുന്നുണ്ട്. അങ്ങനെ പല ഫേസസിൽ കൂടെയാണ് നമ്മുടെ ബിസിനസ്സൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ തിയറി മാത്രം പ്രാക്ടീസ് ആവുന്ന ഒരു കാര്യമാണ്. റിയാലിറ്റിയിൽ എക്കോണമീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്തുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ബിക്കോസ് സ്കേഴ്സിറ്റി ഫോഴ്സസ് എൻ എക്കോണമി ടു ഫോർഗോ സം ചോയ്സസ് ഇൻ ഫേവർ ഓഫ് അതേഴ്സ്. അപ്പോൾ സ്കേഴ്സിറ്റി വരുന്നത് കൊണ്ട് തന്നെ ചില ചോയ്സസ് അവർ ഫോർഗോൺ ചെയ്യേണ്ടതായിട്ട് അവർക്ക് വരുന്നുണ്ട്. ദ സ്ലോപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. അപ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾവേസ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് എ ഇൻക്രീസസ് ദെൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ബി വിൽ ഹാവ് ടു ഡിക്രീസ്. അതായത് ഇപ്പം പ്രൊഡക്റ്റ് എൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രൊഡക്റ്റ് ബിയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സെയിം കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, ലെക്ചറൊക്കെ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. Thank you so much. Enjoy learning and God bless you all.